നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കിയോര ഗോൾഡൻ ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ. താനൂരിലെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി താനൂരിലെത്തിയത്. എല്ലാ മുന്നണികളുടെയും കൊടികൾ കൊണ്ട് അലങ്കരിച്ച മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ആവേശത്തിൽ മുദ്രാവാക്യമുയർത്തിയാണ് കേരളത്തിന്റെ ക്യാപ്റ്റനെ വേദിയിലേക്ക് ആനയിച്ചത്. ആയിരങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി V അബ്ദുറഹിമാൻ അധ്യക്ഷനായി. താനൂരിനെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി താനൂരിലെത്തിയത്. UDFന്റെ അവസരവാദ രാഷ്ട്രീയത്തിനും രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായുമുള്ള സംഘശക്തിയായിരുന്നു താനൂരിലേത്. ബീച്ച് റോഡിന് സമീപത്തെ മൈതാനത്തിൽ വൈകിട്ട് 6-നാണ് പൊതുയോഗം തീരുമാനിച്ചെങ്കിലും 4 മുതൽ തന്നെ LDF പ്രവർത്തകർ മൈതാനത്തിലെത്തിയിരുന്നു. എല്ലാ മുന്നണികളുടെയും കൊടികൾ കൊണ്ട് അലങ്കരിച്ച മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ആവേശത്തിൽ മുദ്രാവാക്യമുയർത്തിയാണ് കേരളത്തിന്റെ ക്യാപ്റ്റനെ വേദിയിലേക്ക് ആനയിച്ചത്. ആയിരങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗം ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ വല്ലാതെ വികസിപ്പിക്കും. എങ്ങനെ വിശ്വസിക്കും ആളുകൾ? ഒരാപൽക്കാലത്തല്ലേ ശരിയായ സഹായം ചെയ്യേണ്ടത്? ആ ആപൽഘട്ടം നമുക്ക് നിരവധി ഘട്ടങ്ങളുണ്ടായില്ല. നൂറ്റാണ്ടിലെ മഹാപ്രളയം കേരളത്തെ തകർത്തെറിയുകയും സഹായിച്ചു. സഹായിക്കാൻ തയ്യാറായവരെ അതിനനുവദിച്ചു. എന്തെല്ലാം നിഷേധാത്മക സമീപനങ്ങളാണ് സ്വീകരിച്ചത്? ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതല്ല. കേരളത്തിന് അർഹതപ്പെട്ടത് എന്തെങ്കിലും തന്നോ? കേരളത്തിന് ആരോഗ്യ മേഖലയിലെ പ്രത്യേകത ലോകം അംഗീകരിക്കുന്നതാണല്ലോ. പക്ഷെ ഇതേവരെ എയിംസ് ഇവിടെ ഉണ്ടോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മന്ത്രി V അബ്ദുറഹിമാൻ അധ്യക്ഷനായി. പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ, INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ, CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ, ജനതാദൾ S ജില്ലാ ട്രഷറർ മൊയ്തീൻ കുട്ടി, C ഉസ്മാൻ ഹാജി, സുലൈമാൻ, ഉണ്ണിരാജ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജെയിൻ സ്വാഗതവും LDF മണ്ഡലം കൺവീനർ O സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. TVN ന്യൂസ്, താനൂർ. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ.